ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹാളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ആമസോൺ ഫാഷൻ ഹാൾ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എല്ലാത്തരം ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. എവിടെയാണെന്നറിയോ? ആമസോണിൽ. അപ്പോൾ അതിൽ റേറ്റ് കുറഞ്ഞ അഫോർഡബിൾ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് നോക്കിയിട്ടാണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. അതിലത്തെ ഫസ്റ്റ് ഒരു കളക്ഷൻ. അപ്പോൾ ആമസോണിൽ എന്ന് പറയുമ്പോൾ എല്ലാ മന്തും സെയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മൾ ഈ പിക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു കോമൺ ആയിട്ടുള്ള കളറാണ്, പക്ഷെ കാണുമ്പോൾ ഒരു അടിപൊളി കളറാണ് അല്ലേ. ഇനി ഇത് ഗോസ്രിക്കി ബ്രാൻഡാണ്. ഗോസ്രിക്കി എന്ന് വെച്ചാൽ അന്യ ഡിസൈനർ. അതിൽ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഓവറോൾ ഇവിടുന്ന് പ്ലെയിൻ ആണ്, പക്ഷേ ഇവിടുന്ന് കുറച്ച് പ്രിൻറ്റ് വരുന്നുണ്ട് ദാമൻ്റെ പോർഷനിൽ. അതുപോലെ തന്നെ ഈ ഒരു സ്ലീവിൻ്റെ പോർഷനും 3/4 ആണ്. അതിൻ്റെ എൻഡിലും ഇതുപോലെ വർക്ക് കൂടുതൽ. ഇത് ഫുൾ പ്രിൻ്റാണ് കേട്ടോ. വാഷ് ചെയ്ത് അങ്ങനെ പോകാനായിട്ട് ഒരു തരത്തിലും ചാൻസ് ഇല്ല. ടോപ്പിൽ പോക്കറ്റ് ഒന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന് കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റാണ്. ഭയങ്കര പ്രിൻറ്റ്, വലിയ വലിയ പ്രിൻറ്റൊക്കെ വന്നിട്ടുള്ളത്. വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദുപ്പട്ട കോട്ടാ ചെക്ക് മെറ്റീരിയലുള്ള ദുപ്പട്ട ഇങ്ങനെ ഷെയ്ഡഡ് ആണ് വരുന്നത് കേട്ടോ. ഓംബ്രേ സ്റ്റൈലിൽ 2 കളർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2-3 ഷെയ്ഡ് അങ്ങനെ ഉണ്ട്. പിന്നെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 500-600 ആ ഒരു റേഞ്ചിൽ എന്ന് വെച്ചാൽ ഞാൻ സെയിലില്ലാത്ത സമയം നോക്കിയിട്ടാണ് മേടിച്ചത്. അപ്പോൾ സെയിലുള്ളപ്പോൾ ചിലപ്പോൾ പിന്നെയും റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗോസ്രിക്കി ബ്രാൻഡിന് മെറ്റീരിയൽ അറിയണം. മെറ്റീരിയൽ ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എന്നാൽ പോളിസ്റ്റർ മിക്സ് എന്ന് പറയുമ്പോൾ കാലകാലം ലൈഫ് ലോങ് അങ്ങനെ തന്നെ ഇരിക്കും. ചുരുങ്ങാനും ചാൻസ് ഇല്ല, കംപ്ലൈൻ്റ് ആവില്ല, ഫേഡ് ആവില്ല. ആ ഒരു ഫേഡാകുമ്പോൾ പിന്നെ ഇതിലൊന്നുമില്ല. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് ചെറിയൊരു സീത്രൂ ഉണ്ട്. അപ്പോൾ ഉള്ളിൽ സ്പെഗറ്റീവ് യൂസ് ചെയ്യേണ്ടി വരും. ലാർജാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സൈസ്. ഇതിൽ ഓൾറെഡി എല്ലാം സൈസസും അവൈലബിൾ ആണ്. പ്യുവർ കോട്ടൺ ആട്ടോ. പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞാൽ പക്ക കോട്ടൺ മെറ്റീരിയലാണ്. ടോപ്പ് ആയാലും ബോട്ടായാലും ദുപ്പട്ടയായാലും. എനിക്ക് ടോപ്പും ബോട്ടക്കത്തിനേക്കാളും കൂടുതൽ ഇഷ്ടമായ ദുപ്പട്ടയുടെ മെറ്റീരിയൽ. ഭയങ്കര സോഫ്റ്റ് എന്നൊക്കെ പറയില്ലേ കോട്ടണിൽ, അതിൽ. അപ്പോൾ എന്തായാലും ടോപ്പിനെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇത് കാണുമ്പോൾ ഒരു എലൈൻ സ്റ്റൈലായാലും പക്ഷേ ഇത് സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നെക്ക് ഇത്തിരി കൂടുതലായാലും ഇവിടെ ഒരു പിൻടെക്സ്റ്റ് സ്റ്റൈലിലാണ് ഇതിൻ്റെ ഒരു വർക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു സ്മോക്കി വർക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ് ഇവിടെ യോക്കിൻ്റെ പോർഷൻ ചെയ്തിരിക്കുന്നത്. ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ഫങ്ഷനബിൾ അല്ല. പിന്നെ ഈ ഫ്ലീറ്റ് ഇവിടെ വരെ വന്നിട്ട് പിന്നെ ഇങ്ങനെ വിശാലമായിട്ട് വിടർന്ന് കിടക്കുകയാണ്. പിന്നെ വരുമ്പോൾ അടിയിലാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഫുൾ ഇങ്ങനെ വലിയൊരു പ്രിൻറ്റ്, ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ്. എത്ര വർക്ക് ചെയ്താലും എന്ത് ചെയ്താലും ഒരു തുണിയുടെ കളറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഒന്നും നമ്മൾ നോക്കില്ല അല്ലേ. അപ്പോൾ ഇതാണ് ശരിക്കും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു വലിയ പ്രിൻറ്റ്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. പാൻറ്റ് വരുന്നത് അതിൽ പലാസോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇത് പലാസോ ഒന്നുമല്ല, നോർമൽ ഒരു കട്ടാണ്, സാധാ കട്ടാണ് വരുന്നത്. സൈഡിൽ പോക്കറ്റ് ഒന്നും വരുന്നില്ല. പിന്നെ എന്തായാലും മെറ്റീരിയൽ അടിപൊളിയാട്ടോ. പോക്കറ്റ് ഇല്ലെങ്കിലും പലാസോ അല്ലെങ്കിലും പാൻറ്റ് ആയാൽ മതിയില്ല. അതുപോലെ തന്നെ ദുപ്പട്ട എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത്. ഫുള്ളിങ്ങനെ പ്രിൻ്റാണ് വരുന്നത്. ഇതൊക്കെ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റാണ്. നല്ല ലെങ്ത് ആയാലും വിടുത്തായാലും അതിന് മെറ്റീരിയൽ ആയാലും എല്ലാം കൊണ്ടും ഞാൻ സാറ്റിസ്ഫൈ ആണ്. എന്നാൽ റേറ്റ് നോക്കുമ്പോൾ നമുക്കൊരു 800 സംതിങ്ങിലാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിലുള്ളത് കൊണ്ട് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇതിന് വേറെ കളർ ഓപ്ഷനൊന്നുമില്ല. പക്ഷേ ഇത് തന്നെ അടിപൊളിയൊരു രക്ഷയില്ല കേട്ടോ. ഇത് എന്താ പറയുക, ഹൈലി റെക്കമെൻഡ് പീസാണ്. അത്രയും നല്ല കംഫർട്ടബിൾ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥ എവിടേക്കാണ് പോകണേന്ന് പോലും അറിയണില്ല. നമുക്ക് ചൂടാണോ മഴയാണോ വെയിലാണോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് പ്യുവർ കോട്ടണിൽ. എനിക്കിഷ്ടമായി കേട്ടോ ഈ ഒരു ഓംബ്രേ സ്റ്റൈൽ. എനിക്ക് മാത്രമല്ല നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഓംബ്രേ. അതിപ്പോൾ നമ്മുടെ നെയിലായിട്ട് ചെയ്യായാലും നമുക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും എന്തിനായാലും ഇപ്പോൾ ഹെയറിൻ്റെ കാര്യത്തിലായാലും നമ്മളൊരു ഓംബ്രേ സ്റ്റൈൽ ട്രൈ ചെയ്യാറുണ്ടല്ലേ. ഏതൊരു പെണ്ണായാലും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഫി ബ്രൗണും അതുപോലെ ബേജ് ഷെയ്ഡിൽ വരുന്ന നല്ലൊരു എത്നിക് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റുമോ. നമുക്കൊരു വെസ്റ്റേൺ സ്റ്റൈലായാലും എത്നിക് ആയാലും പാർട്ടി വെയർ ആയാലും ഏതിലും പെർഫെക്റ്റ് ആയിട്ട് നിന്ന് പോകുന്ന ഒരു 2 പീസിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. ജോർജറ്റ് മെറ്റീരിയൽ നല്ലൊരു ഓംബ്രേ സ്റ്റൈൽ. 2 ഷെയ്ഡ് ഉണ്ട്. ഈ ഷെയ്ഡ് അടിപൊളിയാണ്. പിന്നെ നല്ല പ്രിറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ ഈ ഒരു സൈഡിൽ സൈഡിൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല പ്രിറ്റി ഹാൻഡ് വർക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നോക്കുമ്പോൾ വേറെ ഒരു വർക്കില്ല. ഈ ഒരു കളർ ഷെയ്ഡും ഈ ഒരു ചെറിയൊരു വർക്ക് ഇതാ മതി ധാരാളം. കണ്ട സൂപ്പർ അല്ലേ ഇതിൻ്റെ ലുക്ക് വൈസ് കാണാനായിട്ട്. ഇത് വെച്ചാൽ
ടോട്ടലി ഞാൻ പെർഫെക്റ്റ് എന്നുവെച്ചാൽ ഞാൻ പെർഫെക്റ്റ് എന്നല്ല, ഡ്രസ്സ് പെർഫെക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു ഹൈലി റെക്കമെൻഡ് പീസാണ്, ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇത് പോയാൽ മിസ്സ് ചെയ്തത് തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ മേടിച്ചോ, എന്തായാലും എക്സാക്ട് പ്രൈസ് അറിയണമെങ്കിൽ ഇതാ ലിങ്കിൽ കയറി നോക്കിയാൽ മതി. ലാർജ് സൈസാണ് കേട്ടോ ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ലിബാസ് ബ്രാൻഡാണ് കേട്ടോ. പിന്നെ ഒന്നും പറയാനില്ല, ക്വാളിറ്റി ആയാലും അതിൻ്റെ മെറ്റീരിയൽ ആയാലും ഒന്നും പറയാനില്ല. പക്ഷെ പറയണം, ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് അറിയണ്ടേ. അപ്പോൾ ലിബാസ് ബ്രാൻഡിൻ്റെ സിംഗിൾ ഒരു കുർത്തിയാണ്. റേറ്റ് ഇച്ചിരി കൂടുതലാണ്. ഇത്തിരി എന്ന് പറയുമ്പോൾ സിംഗിൾ കുർത്തിക്ക് നമ്മൾ കൊടുത്തത് 749 റുപ്പീസാണ്. ചില ബ്രാൻഡ്സിനൊക്കെ നമുക്ക് 3 പീസ് കിട്ടാറുണ്ട്, 2 പീസ് കിട്ടാറുണ്ട്. പക്ഷേ ഇത് ലിബാസ് ബ്രാൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സിംഗിൾ കുർത്തിക്ക് നമുക്ക് 749 കിട്ടുക. ഇനി മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സിൽക്ക് മെറ്റീരിയലാണ്. പിന്നെ ഓവറോൾ ഫുൾ ഇതിൽ വർക്ക് വന്നിട്ടുണ്ട്, എംബ്രോയ്ഡറി വർക്ക്, കോഡിങ് വർക്ക്, സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്ലീവ് 3/4 ആയാലും എൻ്റെ പോർഷനിൽ ഇതുപോലെ തന്നെ ആ ഒരു വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ബൂട്ട വർക്കൊക്കെ ഓവറോൾ പോയിട്ടുണ്ട്. കളർ അതിൻ്റെ വർക്ക് കണ്ടപ്പോൾ തന്നെ വേറെ ഒന്നും നോക്കിയില്ല. നമുക്ക് ഇപ്പം ഏതൊരു ഫംഗ്ഷനായാലും നമുക്കൊന്ന് തിളങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇടേണ്ട ഒരു സംഭവമാണല്ലോ. പിന്നെ കളറ് റെഡാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് റെഡല്ല, ആക്ച്വലി ഒരു പിങ്ക് കളർ, റാണി പിങ്ക് ഷെയ്ഡാണ്. പിന്നെ നമ്മൾ റാണി പിങ്ക് ഏത് പെണ്ണിട്ടാലും ഒരു ബ്രൈറ്റ്നസ് എന്തായാലും ഫീൽ ചെയ്യുക. ആ ഒരു ഫീല് തന്നെയാണ് കേട്ടോ. ലാർജ് സൈസാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ പാൻറ് ഇല്ല, സ്ട്രെയിറ്റ് ഫിറ്റ് ആയിട്ടുള്ള കുർത്തിയാണ്. പാൻറ് ഞാൻ സെപ്പറേറ്റ് ഇതിൻ്റെ കൂടെ ഇട്ടതാണ് കേട്ടോ. ഇതിൽ പാൻറ് ഇല്ല, പാൻറ് ഇല്ലാണ്ടാണ് 714. പക്ഷേ കൊടുത്താലും അത് മുതലാവും, അതുപോലത്തെ ഐറ്റാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഈ 3 പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത്തെ കോട്ടന്, രണ്ടാമത്തെ അങ്ക്രക്ക സ്റ്റൈൽ, അനാർക്കലി സ്റ്റൈലിലാണ്, നന്നായി ഫ്ലയറോട് കൂടിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഈ മെറ്റീരിയൽ ആയാലും അതിൻ്റെ ഒരു മോഡേൺ അതിൻ്റെ പാറ്റേൺ. ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അനാർക്കലി സ്റ്റൈലാണ്, അത്യാവശ്യം ഫ്ലയറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പാനൽ വർക്ക് വന്നിട്ടുണ്ട്. 8 പാനലിൻ്റെ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ യോക്ക് നോക്കുകയാണെങ്കിൽ അങ്ക്രക്ക സ്റ്റൈലിൽ ഇവിടെ സൈഡിൽ ഇങ്ങനെ കെട്ടണ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. കെട്ടൊക്കെ ഉരി പോയിതാ, കെട്ടാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ക്രക്ക സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കെട്ടാൻ എന്തായാലും ഉണ്ടാവും. പിന്നെ 3/4 സ്ലീവ്, ഇതൊക്കെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എൻഡിൽ. പിന്നെ ഇത് തുണിയോട് കൂടിയിട്ടുള്ള ഒരു പ്രിൻറ്റ് തന്നെയാണ് വരുന്നത്. ദാമൻ്റെ പോർഷനിലെ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെങ്ത്തും കുറച്ച് കൂടുതലാണ്. അനാർക്കലി എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലാകുമ്പോൾ അടിപൊളിയാണ് ലുക്ക് വൈസ്. പാൻറ്റും പ്രിൻറ്റഡ് പാൻറ്റ്, അതാ പ്രിൻറ്റഡ് പാൻറ്റാണ്. ആ ഒരു നമ്മുടെ ദാമൻ്റെ ആ ഒരു സെയിം മാച്ചിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ദുപ്പട്ട, ഇതും കോട്ടൺ തന്നെയാണ് കേട്ടോ. ഫുൾ പ്രിൻറ്റോട് കൂടി നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ വരുന്നത് മീര എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. മീര ബ്രാൻഡിൻ്റെ ഞാൻ ആദ്യമേ തൊട്ട് യൂസ് ചെയ്യാറുണ്ട്. കുറേ നാളായിട്ട് പിന്നെ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടാറുണ്ട് അറിയാം. പക്ഷേ ഇപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് നല്ല കളക്ഷൻസ് പുതിയത് ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഒരു പിക്ക് ചെയ്തതാണ്. പിന്നെ ലാർജ് സൈസാണ് ഞാൻ പ്രിഫർ ചെയ്യാറ് സാധാരണ. അപ്പോൾ ലാർജ് സൈസ് നോക്കിയിട്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഇത് കുറച്ച് ലൂസാണ്, കുറച്ച് അത്യാവശ്യം നല്ല ലൂസ്. ഇപ്പോൾ ഇത് കെട്ടിയാലും ആ ഒരു ടൈറ്റ് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ മീഡിയം സൈസ് മേടിച്ചാൽ മതി. ലാർജ് സൈസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് മീഡിയം സൈസ് മേടിച്ചാൽ മതി, അതായിരിക്കും പെർഫെക്റ്റ്. എന്തായാലും ഇത് ഞാൻ ആർക്കും കൊടുക്കാൻ പോകില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി ഒരു കോട്ടൺ മെറ്റീരിയൽ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് സമയം കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. ഇല്ലെങ്കിലും നമുക്കിപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാമ്യമായിട്ട് അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ചാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതായിരിക്കും കാണാം, നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നെ സജഷനായിട്ട് കുറേ കളക്ഷൻസ് ഇങ്ങനെ അടിയിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ സെപ്പറേറ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്താൽ മതിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.